بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وآله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم ألهمني مراشد أموري وأعذني من شرور نفسي ومن سيئات أعمالي. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന് നൽകുന്ന ഏറ്റവും വലിയ നിഅമത്ത്, അനുഗ്രഹം, അല്ലാഹു അവന്റെ ദീൻ മനസ്സിലാക്കി കൊടുക്കുകയും ദീനുമായി അയാളെ അടുപ്പിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനേക്കാളും വലിയ നിഅമത്ത് ദുനിയാവിൽ മനുഷ്യന് കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഉലമാക്കൾ പറയാറുണ്ട്, ഒരാൾക്ക് ദുനിയാവിൽ ഒരു മനുഷ്യന് ജീവിക്കാൻ എന്താണോ ആവശ്യം അതെല്ലാം വാരിക്കോരി നൽകപ്പെട്ടു. ആരോഗ്യം, സമ്പത്ത്, സൗകര്യം, വീട്, കുടുംബം, അങ്ങനെ ഒരു മനുഷ്യൻ ദുനിയാവിന്റെ ജീവിതത്തിൽ കൊതിക്കുന്നതെല്ലാം അല്ലാഹു കൊടുത്തു. പക്ഷെ ദീൻ അല്ലാഹു മനസ്സിലാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ അവൻ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടവനാണ്. ആളുകളുടെ കണ്ണിൽ ചിലപ്പോൾ അവൻ വലിയ ഭാഗ്യവാനായിരിക്കും. ആളുകൾ നോക്കുമ്പം എന്താണോ ആളുകൾ ആഗ്രഹിക്കുന്നത് അതെല്ലാം അയാളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഭൗതികമായി അയാൾക്ക് വിജയി എന്ന് ചിലപ്പോൾ പേര് പറയപ്പെട്ടേക്കാം. പക്ഷെ ദീൻ ഇല്ലെങ്കിൽ അയാൾ ആഖിറത്തിൽ പരാജയപ്പെട്ടവനാണ്. നേരെ തിരിച്ചു, സൗകര്യങ്ങളൊന്നുമില്ലാത്തൊരു മനുഷ്യൻ, ആരോഗ്യമില്ല, സമ്പത്തുമില്ല, നല്ല കുടുംബവുമില്ല, സൗകര്യങ്ങളുമില്ല, ആളുകളുടെ കണ്ണിൽ അയാള് പാവം, ജീവിതത്തിൽ അമ്പെ പരാജയപ്പെട്ടവൻ, സഹതാപത്തോടു കൂടി കണ്ണുകൾ അയാളെ നോക്കും. അതല്ലെങ്കിൽ ഈ പാപ്പരത്വത്തിന് ഉദാഹരണം പറയാൻ വേണ്ടി അയാളിലേക്ക് വിരൽ ചൂണ്ടപ്പെടും. പക്ഷെ അയാൾക്ക് ദീനുണ്ടെങ്കിൽ അയാൾ രാജാവാണ്. അയാൾക്ക് അല്ലാഹു ദീനുൽ ഇസ്ലാം മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാള് അനുഗ്രഹീതനാണ്, മുക്കറമാണ്, ആദരിക്കപ്പെട്ട വ്യക്തിത്വമാണ്. മനുഷ്യന്മാർ അയാളെ മോശമായ കണ്ണുകൊണ്ട് കാണുന്നുണ്ടെങ്കിലും ആകാശ ലോകത്ത് മലഉൽ അലയിൽ വരെ അയാൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ടാവും. ഇതാണ് ദീന്റെ പ്രത്യേകത. ദുനിയാവിന്റെ അനുഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, അത് എണ്ണിയാൽ ഒതുങ്ങൂല. വഇൻ തഅദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സുഹാ. മാത്രമല്ല, പരിശുദ്ധ ഖുർആൻ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ലോകത്തുള്ള സമുദ്രങ്ങളിലെല്ലാം ഉള്ള വെള്ളം മഷിയായി നൽകപ്പെടുകയും ലോകത്തെമ്പാടുമുള്ള മരങ്ങൾ മുഴുവനും പേനയാക്കപ്പെടുകയും അതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തന്ന നിഅമത്തുകൾ രേഖപ്പെടുത്തുകയും ചെയ്താൽ അത് തീരൂല. സബഅതു അബ്ഹുരിൻ മാ നഫിദത് ഖലിമാത്തുല്ലാഹ്. 7 സമുദ്രങ്ങളും അതിനു വേണ്ടി വറ്റിയാലും അല്ലാഹു നിങ്ങൾക്ക് തന്ന നിഅമത്തുകൾ നിങ്ങൾക്ക് തിട്ടപ്പെടുത്താൻ സാധ്യമേ അല്ല. ശരിയാ, ഓരോ സെക്കൻഡിലും അല്ലാഹു തന്ന നിഅമത്ത് ആസ്വദിച്ച് ജീവിക്കുന്നവനാണ് മനുഷ്യൻ. ആ ആസ്വദിക്കുന്ന നിഅമത്തുകളിൽ ഏതെങ്കിലും ഒന്ന് നഷ്ടപ്പെടുകയോ ആസ്വദിക്കാനുള്ള ഖുദ്റത്ത് നഷ്ടപ്പെടുകയോ ചെയ്താലേ ആ നിഅമത്തിന്റെ വില മനസ്സിലാവുള്ളൂ. നിഅമത്ത് കൈമലുണ്ടാവും, പക്ഷെ അത് ഉപയോഗിക്കാനുള്ള ഒരു ഖുദ്റത്തുണ്ട്, അതും വേണം. ഭക്ഷണത്തളികയില് നല്ല ആവി പറക്കുന്ന മട്ടൻ മന്തി ചൂടോടുകൂടി വിളമ്പി വെച്ചിട്ടുണ്ട്. സ്വന്തം പൈസക്ക് വാങ്ങി വെച്ചതാണ്. പക്ഷെ അത് അന്നനാളത്തിലൂടെ ആമാശയത്തിൽ എത്തി രക്തത്തിൽ കലർന്ന് അതിന്റെ ആരോഗ്യം ശരീരത്തിന് ഉണ്ടാകണമെങ്കിൽ അതിനും ഒരു ഖുദ്റത്തും തൗഫീഖും ആവശ്യം. അത് നഷ്ടപ്പെട്ടാലേ അതിന്റെ വില മനസ്സിലാവുള്ളൂ. മാത്രമല്ല, ദുനിയാവിൽ നൽകപ്പെടുന്ന നിഅമത്തുകളുടെ പ്രത്യേകത, അത് അല്ലാഹുവിനാൽ തീരുമാനിക്കപ്പെട്ട അളവനുസരിച്ച് നൽകപ്പെടുന്ന നിഅമത്താണ്. ആർക്ക് കൂടുതൽ, ആർക്ക് കുറവ്, ആർക്ക് മധ്യമം, ആർക്കൊന്നും വേണ്ട, ആർക്ക് കുറേ വേണം, ഇതൊക്കെ അല്ലാഹു നേരത്തെ തീരുമാനിച്ച പ്രകാരമാണ്. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത്, ഞാൻ എങ്ങാനും ദുനിയാവിനെ
മനുഷ്യനെ അവനവനെ തന്നെ ഏൽപ്പിച്ചിരുന്നുവെങ്കിൽ ലഫസദത്തിൽ അർദ്, ഭൂമി കുഴപ്പങ്ങളെ കൊണ്ട് നിറയായിരുന്നു. ആരാണ് കുറച്ച് കിട്ടാൻ ആഗ്രഹിക്കുക? എല്ലാരും അധികം കിട്ടാനല്ലേ ആഗ്രഹിക്കുള്ളൂ. ഇന്ന ആളാണ് റിസ്ഖിനെ വിഭജിക്കുന്നത് എന്നൊരാൾ അറിഞ്ഞാൽ അയാളിൽ നിന്ന് മൊത്തത്തിൽ നേടാനല്ലേ കോടിക്കണക്കിന് വരുന്ന മനുഷ്യന്മാരെ പരിശ്രമിക്കുള്ളൂ. കുഴപ്പങ്ങളും രക്തച്ചൊരിച്ചലും ഫിത്നയും ഫസാദും ഭൂമി ആകെ ഇല്ലാണ്ടാവും. വലൗലാ ദഫ്ഉല്ലാഹി الناس ബഅദഹും ബിബഅദ് ലഫസദത്തിൽ അർദ്, ഭൂമി അങ്ങ് മോശമായി പോകും. അതുകൊണ്ട് അല്ലാഹു ചെയ്തെന്ന് വെച്ചാൽ നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തി ദുനിയ, ദുനിയാവിന്റെ ജീവിതത്തിൽ അവരുടെ ജീവിതോപാധികളെ നാം തന്നെ വിഭജിച്ചിട്ടുണ്ട്. ആ വിഭജനത്തിനാണെങ്കിൽ അല്ലാഹു തആല ദീനിനെ പരിഗണിച്ചിട്ടും ഇല്ല. ദുനിയാവ് നൽകുന്നത് ദീൻ നോക്കിയിട്ടേ അല്ല. ഒരാൾക്ക് ഭയങ്കര ദീനുണ്ട്, പക്ഷെ ദുനിയാവ് കൈമലില്ല, അതിനർത്ഥം അയാളുടെ ദീൻ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നല്ല. മറിച്ച് ദീൻ വർദ്ധിക്കുന്നതിന്റെ അടയാളം തന്നെ ദുനിയാവ് ചുരുക്കപ്പെടുക എന്നുള്ളതാണ് സത്യത്തിൽ. രണ്ടും ഒരുമിച്ച് ഒരേപോലെ നൽകപ്പെട്ടവനോ നൂറുൻ അലാ നൂർ, ഡബിൾ ഭാഗ്യവാനാണ്. രണ്ടും ഒരുമിച്ച് നൽകപ്പെട്ടവൻ ഡബിൾ ഭാഗ്യവാനാണ്. പക്ഷെ അതേ സമയത്ത് ദീൻ അധികമുണ്ട്, ദുനിയാവ് തീരെയില്ല, ഓൻ പരാജയപ്പെട്ടവനല്ല, സന്തോഷിക്കേണ്ടവനാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഭാഗത്ത് പക്കാ മിസ്കീൻ. പക്കാ മിസ്കീൻ എന്ന് പറഞ്ഞാൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ഒരു ദിവസം രാവിലെ ഞാൻ അബൂബക്കർ സിദ്ദീഖിന്റെ വീട്ടിൽ ചെന്ന് സലാം പറഞ്ഞു. അദ്ദേഹത്തെ സന്ദർശിക്കലോ കാണലോ ഒന്നുമല്ല എന്റെ ലക്ഷ്യം. എനിക്ക് എന്തെങ്കിലും അന്ന് കഴിക്കാൻ കിട്ടണം, ഞാൻ വിശപ്പിന്റെ വേദനയിലാണ്, അതുകൊണ്ട് പോയതാണ്. അദ്ദേഹം സലാം മടക്കി, വിവരം അന്വേഷിച്ചു. ഭക്ഷണം കഴിക്കാൻ വരുന്നോ വെള്ളം കുടിക്കുന്നോ ഒന്നും ചോദിച്ചില്ല. ഞാൻ ഉമറിന്റെ വീട്ടിലേക്ക് ചെന്നു. ഇതൊക്കെ മദീന പള്ളിന്റെ തൊട്ടടുത്തുള്ള വീടുകളാണ്. സലാം പറഞ്ഞു, സലാം മടക്കി. എന്റെ ആവശ്യം തീർന്നില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് ചെന്നു. സലാം പറഞ്ഞു, സലാം മടക്കി. മടക്കിയ ഉടനെ ആ പ്രവാചകൻ എന്നോട് ചോദിച്ചത്, അബൂ ഹുറൈറ നീ വല്ലതും കഴിച്ചോന്നാണ്. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് ആ ചോദ്യം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നാവിൽ നിന്നും കേട്ടു. ഇല്ല റസൂലേ, ഒന്നും കഴിച്ചിട്ടില്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 9 വീടുകളിലേക്കും ആളയച്ച് അന്വേഷിച്ചു, എന്തെങ്കിലും കഴിക്കാനുണ്ടോ എന്ന് നോക്കാൻ. 9 വീട്ടിൽ നിന്നും കിട്ടിയ മറുപടി, ലൈസ ഇൻദനാ ശൈ, നമ്മളെ കൈമിൽ ഒന്നും കഴിക്കാനില്ല. അങ്ങനത്തെ മിസ്കീനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുറച്ച് സമയം കഴിഞ്ഞപ്പോ ഒരു ഭാര്യ ആ ലോകത്ത് നിന്ന് വിളിച്ചു പറഞ്ഞു, ഒരു ഗ്ലാസ് പാല് ഹദിയ വന്നിട്ടുണ്ട് നബിയെ, അത് തരട്ടെ. അങ്ങനെ അബൂ ഹുറൈറ വിളിച്ചു. അബൂ ഹുറൈറ എന്ന് പറയാൻ, എന്നോടൊപ്പം അസ്ഹാബു സുഫയിലെ 70 പേരെയും വിളിച്ചു. നമ്മളെല്ലാവരും ആ ഒരു ഗ്ലാസ്സിലെ പാല് വയറ് നിറച്ചും കുടിക്കുകയും ചെയ്തു. സുബ്ഹാനല്ലാഹ്, മുഅ്ജിസത്ത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കണ്ണുകൊണ്ട് നേർക്ക് നേരെ കണ്ട സന്ദർഭമാണ്. അങ്ങനത്തെ മിസ്കീനാണ്. മറുഭാഗത്ത് അബൂജഹലും ഉത്ബയും ശൈബയും വലീദ് ഇബ്നുൽ മുഗീറ, മദീനയിലെ മുനാഫിഖീങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ, മദീനത്തെ ജൂതന്മാര്, സ്വർണ്ണപ്പണിക്കാരും സ്വർണ്ണക്കച്ചവടക്കാരും ദീനാറും ദിർഹമും കുർന്നുകൂടിയ വലിയ വലിയ പൈസക്കാരും. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വെറും മിസ്കീൻ. അതിനർത്ഥം അള്ളാഹുവിന്റെ റസൂലിന് ദീനില്ലാന്ന, ആ ദീൻ കബൂലായിട്ടില്ലാന്ന. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്തു അല്ലാഹുവോട്, ഇന്നക ആതൈത ഫിർഔന വമലഅഹു സീനതൻ വഅംവാലൻ ഫിൽ ഹയാത്തി ദുനിയ. അല്ലാഹുവേ, ഫിർഔന് നീ എല്ലാം കൊടുത്തു, എനിക്കൊന്നുമില്ല. ഇതാണ് ചരിത്രം. അതുകൊണ്ട് ദീൻ, പ്രിയപ്പെട്ടവരെ, അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ നിഅമത്താണ്. അതുകൊണ്ടാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മയ്യുരിദില്ലാഹു ബിഹി ഖൈറൻ യുഫഖിഹു ഫിദ്ദീൻ. ആർക്കെങ്കിലും ഒരാൾക്ക് അള്ളാഹു ഖൈർ ഉദ്ദേശിച്ചാൽ അള്ളാഹു ചെയ്യുന്നത് യുഫഖിഹു ഐ യുഫഹിംഹു, അവൻ അള്ളാഹു മനസ്സിലാക്കി കൊടുക്കും. അദ്ദീൻ ദീനുൽ ഇസ്ലാം. ദീൻ മനസ്സിലാക്കലും ദീനിനെ പറ്റി അറിയലും രണ്ടും രണ്ടാണ്. ഇസ്ലാം ദീനിനെ പറ്റി അറിയാത്ത ആരാണ് നമ്മുടെ കൂട്ടത്തിൽ? ഒളവണ്ണയിലെ മുസ്ലിം വീടുകളിൽ മെമ്പർമാരിൽ ദീനുൽ ഇസ്ലാമിനെ അറിയാത്ത ആരാ ഉള്ളത്? ആരുമില്ല.
പിന്നെ എന്തുകൊണ്ടാണ് പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 വളരെ വിലപ്പെട്ട പോരിശേറിയ രാത്രികളിൽ ഈ അറിയാവുന്ന മുസ്ലിമീങ്ങളൊക്കെ റോഡ് സൈഡിലും MS സ്ട്രീറ്റിലും മറ്റും എത്തിയത് എങ്ങനെയാ? അവരെങ്ങനെയാണ് ഈ ഉപ്പിട്ട് തിന്നാനും പിന്നെ എന്താ പറയാ ഐശ്വര്യ തിന്നാനും ഭയങ്കരമായി പവിത്രതയുള്ള ആ രാത്രിയിൽ പുറത്തെത്തിയത്? ദീൻ അറിയാം, പക്ഷെ ദീൻ മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ ഖൈർ ഇല്ലാത്തവരാണെന്നർത്ഥം. നമ്മൾ എന്നെ മനസ്സിലാക്കണം. അതേ സമയത്ത് ദീനിനെ അറിഞ്ഞ് മനസ്സിലാക്കിയവർ ആ രാത്രികളിൽ പള്ളിയിലാണ്, വീട്ടിലുമല്ല, കിടപ്പറയിലെ ബെഡിലുമല്ല, അവര് പള്ളിക്കുള്ളിലാണ്, ഉറങ്ങുന്നുമില്ല, ഇഹ്യാഉൽ ലൈലിലാണ്. ആര്? ദീനിനെ മനസ്സിലാക്കിയവർ. യുഫഹിംഹു ഫിദ്ദീൻ. അതാണ് ദീൻ, അതാണ് ഖൈർ. ദീനുൽ ഇസ്ലാമിനെ പറ്റി അറിയുന്ന വലിയ സംഗതിയൊന്നുമല്ല. അത് ഏത് ലോകത്ത് ജീവിക്കുന്ന വിവര സാങ്കേതിക വിദ്യകളൊക്കെ അറിയാവുന്ന ദഅവത്തൊക്കെ എത്തിപ്പെട്ടിട്ടുള്ള ബോധവാന്മാരായ ആൾക്കാരൊക്കെ ഉള്ളവർക്കെല്ലാം അറിയാം ദീനുൽ ഇസ്ലാം, ഇസ്ലാം മതം, ഹിന്ദു മതം, ക്രിസ്തു മതം, മജൂസി മതം, മറ്റു മതങ്ങൾ എല്ലാം അറിയാം. അറിയുന്നതിനെ കൊണ്ട് കാര്യമില്ല. ഖൈർ യുഫഹിംഹു ഫിദ്ദീൻ. ദീനിനെ മനസ്സിലാക്കാൻ സാധിക്കണം. മനസ്സിലാക്കിയവന്റെ ജീവിതം ഒന്ന് വേറെയായിരിക്കും, അറിയുന്നവന്റെ ജീവിതം വേറൊന്നായിരിക്കും. പേര് അബ്ദുള്ള എന്നുണ്ടാവും, ഫാത്തിമ എന്നുണ്ടാവും, അബ്ദുൽ ഖാദർ എന്നുണ്ടാവും, മാർക്കം ചെയ്തിട്ടുണ്ടാവും, മഫ്തൽ ഇട്ടിട്ടുണ്ടാവും. അത് ഇസ്ലാമിനെ അറിയുന്നവനാണ്, മനസ്സിലാക്കിയവനല്ല. അൽഫഹ്മു ഫിദ്ദീൻ. എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ? ദീനുൽ ഇസ്ലാം സ്വർഗത്തിലേക്കുള്ള ഒരേ ഒരു വഴിയാണ്. ഒളവണ്ണയിലേക്ക് കോഴിക്കോട് നഗരത്തിൽ നിന്നും എത്താൻ ഒരു വഴി മാത്രമായിരിക്കൂല, അല്ലേ? വ്യത്യസ്ത വഴിയുണ്ട്. കാറിന് വരാൻ പറ്റിയതുണ്ട്, ബസ്സിന് വരാൻ പറ്റിയതുണ്ട്, സൈക്കിൾ വരാൻ പറ്റിയതുണ്ട്, നടന്നിട്ട് വരാൻ പറ്റിയതുണ്ട്. എങ്ങനെ വന്നാലും എവിടെത്തും? ഒളവണ്ണയിലെത്തും. സ്വർഗത്തിലോ അങ്ങനെ എത്തൂല. സ്വർഗത്തിലേക്ക് അങ്ങനത്തെ വഴികളും ഇല്ല, ഷോർട്ട് കട്ട് സ്വർഗത്തിലേക്കില്ല. 3-4 വഴികൾ ഇല്ല. എല്ലാരും പറയൽ എന്താണ്? ഇല വന്നാൽ മതി സ്വർഗത്തിൽ എത്തുന്നാണ്. എത്തൂല. സ്വർഗം എന്ന് പറയുന്ന പറുദീസയെ വഅദ ചെയ്യാത്ത ഏത് മത ദുനിയാവിലുള്ളത്? ഏത് ആശയമാ ദുനിയാവിലുള്ളത്? നരകത്തെ പറഞ്ഞു പേടിപ്പിക്കാത്ത ഏത് മതമാണ് ദുനിയാവിൽ മുൻനിരയിലുള്ളത്? ഒന്നുമില്ല, എല്ലാം അങ്ങനെ തന്നെയാണ്. പക്ഷെ അതൊന്നും സ്വർഗത്തിലേക്ക് എത്തുന്ന വഴിയല്ല. വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ. അത് മാത്രമേ സ്വർഗത്തിലെത്തുള്ളൂ. അവിടെ സ്വർഗത്തിലെത്തുന്ന ഏക വഴിയായ ദീനുൽ ഇസ്ലാം ഒരാൾക്ക് മനസ്സിലായി കിട്ടുക എന്ന് പറഞ്ഞാൽ അതെന്നെയാണ് ജീവിതത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ നിഅമ. അതിന്റെ അപ്പുറത്ത് വേറൊന്ന് കിട്ടാനില്ല. അതിന് ശേഷം ഉണ്ടെങ്കിൽ ഏതാണ്? അല്ലാഹു റസൂൽ പറഞ്ഞ വാക്കെങ്ങനെയാ? ഒരാൾക്ക് ഹിദായത്ത് കിട്ടിയതിന് ശേഷം അയാൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നിഅമ ദുനിയാവിൽ ആഫിയത്താണ്. അള്ളാഹു നസീബാക്കി തരട്ടെ. ശാരീരികാരോഗ്യം, മാനസികാരോഗ്യം ഹിദായത്തിന് ശേഷം. ഹിദായത്ത് ഇല്ലെങ്കിൽ അതിനും കാര്യമില്ല. കാരണം ദുനിയാവിൽ സുഖമായി ജീവിക്കുന്നല്ലാതെ ആഖിറം ആരോഗ്യവാന്റത് പൂർണ്ണമായും നഷ്ടമായിരിക്കും. ദീൻ, ആ സിറാത്തുൽ മുസ്തഖീം, അതിൽ മെമ്പർഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല. മാത്രമല്ല അള്ളാഹു പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ, ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. നമ്മൾക്ക് ഞാൻ ഇത് പറയുന്നതുകൊണ്ട് അറിയോ, പരിശുദ്ധ റമദാനിന്റെ അവസാനത്തെ 10 കണ്ട മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ചില കാഴ്ചകളും ചില ഡയലോഗുകളും സോഷ്യൽ മീഡിയയിലുള്ള നമുക്ക് മനസ്സിലാക്കി തരുന്ന കാര്യം ഇതാണ്. 100 മുസ്ലിമീങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ 99.9 പേർക്കും ഇസ്ലാമിന്റെ പേരേ ഉള്ളൂ, ഇസ്ലാം എന്താന്ന് അറിഞ്ഞിട്ടില്ല. ഈ സൊസൈറ്റിയിൽ മെമ്പർഷിപ്പ് കിട്ടിയതിന്റെ വിലയും അവർക്ക് മനസ്സിലായിട്ടില്ല. ഇതാണ് സത്യം. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം. അതിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല പറഞ്ഞു, ലാ ദീന ഇൻദഹു യഖ്ബലുഹു മിൻ അഹദിൻ സിവൽ ഇസ്ലാം. മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒരാളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കാം എന്നേറ്റിരിക്കുന്ന ഒരേ ഒരു ദീൻ ഇസ്ലാം മാത്രമാണ്. അതിനെ മുറുകെ പിടിക്കലല്ലാതെ മനുഷ്യന്റെ മുന്നില് ദുനിയാവിലും ആഖിറത്തിലും വേറെ വഴികൾ ഒന്നുമില്ല. രക്ഷ കൊതിക്കുന്നുണ്ടെങ്കിൽ, മനുഷ്യനാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ലക്ഷ്യത്തിൽ ജീവിതത്തെ എത്തിക്കാൻ പാടുപെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
ഇസ്ലാം അല്ലാതെ വേറെ ഒരു വഴിയും അവന്റെ മുമ്പിലില്ല. അതുകൊണ്ട് അള്ളാഹു പറഞ്ഞ് എന്നർത്ഥം, ആരെങ്കിലും സ്വീകരിച്ചാൽ ഗൈറൽ ഇസ്ലാമി, ഇസ്ലാം അല്ലാത്ത ഒരു മാർഗം, ദീനായിട്ട്. ഇസ്ലാം അല്ലാത്തൊരു മാർഗം എന്ന് പറഞ്ഞാൽ ഹിന്ദുമതം, ക്രിസ്തുമതം, മജൂസി മതം, പിന്നേതാ, പേർഷ്യൻ, ജൈനൻ, ബുദ്ധൻ, പിന്നെ ഷിയ, സമസ്ത. പെടുമില്ലയോ? പെടും. ഇന്നും ഉമ്മത്തിന്റെ ധാരണ മാറിയില്ല. അതുകൊണ്ട് തന്നെ ബേക്കിൽ എത്ര വലിയ ഖുറാഫി മുമ്പിൽ നിന്ന് കിട്ടിയാലും ബേക്കിൽ നിന്ന് പോയിട്ട് അല്ലാഹു അക്ബർ മഅൽ ഇമാമി ലില്ലാഹി തആല. ഇന്നും മനസ്സിലായില്ല, ഇപ്പം തിരിഞ്ഞില്ല, ദീനിന്റെ വില അറിഞ്ഞില്ല, ദീൻ എന്താന്ന് മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് സത്യം. 99.9 സ്വർഗത്തിലേക്കുള്ള വഴിയാണ്. അതിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, അതിൽ കുറവില്ല, അതിലൊപ്പിക്കലില്ല. അതിലെന്തെങ്കിലും ഒരു സഹതാപത്തിനോ കയ്യടിക്കോ മറ്റെന്തെങ്കിലും ലാഭത്തിനോ ഒന്ന് മാറിക്കൊടുക്കലോ പുറത്തിരിയലോ കണ്ണടക്കലോ അടിക്കൂടി വാങ്ങലോ ഇങ്ങനത്തെ പരിപാടിയേ ഇല്ല. പക്ഷെ ചെയ്യുന്നുണ്ടെങ്കിൽ അർത്ഥം ദീൻ തിരിഞ്ഞിട്ടില്ല എന്നാണ്. ദീൻ തിരിഞ്ഞില്ല. ആരെങ്കിലും സ്വീകരിച്ചാൽ ഗൈറൽ ഇസ്ലാമി, ഇസ്ലാം അല്ലാത്ത വേറെ ഏതെങ്കിലും ഒന്നിനെ, ദീന്റെ അർത്ഥം മാർഗം, സ്വർഗത്തിലേക്കുള്ള മാർഗമായി വേറെ എന്തിനെങ്കിലും തീർച്ചയായും അവളിൽ നിന്നും സ്വീകരിക്കപ്പെടുന്ന പരിപാടിയില്ല. ലൻ എന്ന് പറയുന്ന രണ്ടക്ഷരം അത് മുസ്തഖ്ബിലായ മുദാരിയായ ഫീലിൽ വന്നു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം തഅ്കീദിന്റെ ലൻ എന്നാണ്. ഒരിക്കലും സ്വീകരിക്കപ്പെടുന്ന പരിപാടിയില്ല. എങ്കിൽ ഏതാണ് ആ ദീൻ? ആ ഇസ്ലാം ഗൈറൽ ഇസ്ലാമി എന്ന് പറഞ്ഞ ആ ഇസ്ലാം ഏതാ അറിയോ? മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി, ഞാനും എന്റെ സഹാബാക്കളും ഇന്ന് ഏതൊന്നിലാണോ അതിനെ വിട്ട് വേറെ എന്ത് സ്വീകരിച്ചാലും ഫലൻ യുഖ്ബല സ്വീകരിക്കപ്പെടുന്ന പരിപാടിയില്ല. മാത്രമല്ല വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അവൻ നാളെ ആഖിറത്തിൽ നഷ്ടവാളികളുടെ കൂട്ടത്തിലും ആയിരിക്കും. ദുനിയാവിൽ ഇഷ്ടം പോലെ കിട്ടും, അബൂജഹലിന് കിട്ടിയ പോലെ, ഉത്ബക്ക് കിട്ടിയ പോലെ, ശൈബക്ക് കിട്ടിയ പോലെ, ചില ആളുകൾക്ക് ഉസ്മാൻ ബിൻ അഫ്ഫാന് കിട്ടിയ പോലെ കിട്ടുന്നുണ്ടാവും, അബ്ദുറഹ്മാൻ ബിൻ ഔഫിന് കിട്ടിയ പോലെ കിട്ടുന്നുണ്ടാവും, മുസ്അബ് ബിൻ ഉമൈറിന് കിട്ടിയ പോലെ കിട്ടുന്നുണ്ടാവും. ചില ആളുകൾക്ക് നൂർ ഭാഗ്യവാന്മാർ. എന്നാൽ അധികവും ഒന്നും കിട്ടൂല ഫിൽ ആഖിറ, ദീൻ കൊണ്ട് കിട്ടാനുള്ളത് ആഖിറത്തിൽ. വളരെ കൃത്യമായിരിക്കണം. എന്താണോ സിറാത്തുൽ മുസ്തഖീം എന്ന നേർപഥം, അതിനങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല, അവർക്കേ സ്വർഗമുള്ളൂ. എന്തെങ്കിലും ഒന്നിങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയാൽ മതി എന്നാണെങ്കിൽ പിന്നെ ബിലാൽ ബിൻ റബാഹിന്റെ കരച്ചിലിന്റെ അർത്ഥം എന്താണ്? അമ്മാർ ബിൻ യാസിർ ഇത്രയും വലിയ പീഡനം എന്തിനായി സഹിച്ച്? സുമയ്യാന്റെ അടിവയറ്റിൽ അബൂജഹൽ കുന്തം കുത്തുമ്പോ അനുഭവിച്ച ആ വേദന അതെന്തിനാ സുമയ്യ സഹിച്ചിട്ടുണ്ടാവുക? ഇങ്ങനെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് പോയിട്ട് സ്വർഗം കിട്ടുമെങ്കിൽ വല്ലാഹി കിട്ടൂല. ആ മേർപഥത്തില് അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചാടാതെ, വഴിതെറ്റി പോവാതെ, വഴുതി വീഴാതെ മുറുക്കി പിടിച്ച് അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിച്ചവന് മാത്രമുള്ളതാണ് സ്വർഗം, അല്ലാണ്ട് കിട്ടൂല. ദീൻ തന്നെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തജീഉൽ അഅമാലു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അമലുകളൊക്കെ വരും. ഫതജീഉസ് സ്വലാഹ്, നിസ്കാരം വരും. ഫതഖൂലു യാ റബ്ബ്, നിസ്കാരം പറയും റബ്ബേ അനസ് സ്വലാഹ്, ഞാൻ നിസ്കാരമാണ്. ഫയഖൂലു, അല്ലാഹു പറയും ഇന്നക അലാ ഖൈർ, നല്ല തന്നെ, നിന്നെ ചെയ്തവൻ, നീയാകുന്ന അമൽ നിർവഹിച്ചവൻ ഖൈറിലാണ് എന്ന് പറഞ്ഞ് ഒരു ഭാഗത്തേക്ക് മാറ്റും. ഫതജീഉസ് സദഖ, സദഖ വരും. ഫതഖൂലു യാ റബ്ബി അനസ് സദഖ, എന്നിട്ട് പറയും റബ്ബേ ഞാൻ സദഖയാണ്. ഫയഖൂലു ഇന്നക അലാ ഖൈർ, അല്ലാഹു പറയും നീയും ഖൈറിലാണ്. അഥവാ സദഖ എന്ന അമൽ ദുനിയാവിൽ ചെയ്തവരും ഖൈറിലാണ്. ഫതജീഉ അസ്സിയാം, നോമ്പ് വരും.
ഫയഖൂലു യാ റബ്ബി അന സിയാം, നോമ്പ് വന്നിട്ട് പറയും അല്ലാഹുവേ ഞാൻ നോമ്പാണ്. ഫയഖൂലു, അല്ലാഹു പറയും ഇന്നക അലാ ഖൈർ, ആയിക്കോട്ടെ നീയും ഖൈറിലാണ്. അഥവാ നോമ്പാകുന്ന നീയാകുന്ന അമലിനെ നിർവഹിച്ച ആളുകളും ഖൈർ തന്നെയാണ്. പിന്നെ അങ്ങനെ ഓരോ അമലുകളും വരും. എല്ലാം വരുമ്പോഴും അല്ലാഹു പറയും ഇന്നക അലാ ഖൈർ, ഇന്നക അലാ ഖൈർ, നല്ല തന്നെ നല്ല തന്നെ. ഇസ്ലാം, പിന്നെ ഇസ്ലാം വരും. ഫയഖൂലു യാ റബ്ബി അൻതസ് സലാമു അനൽ ഇസ്ലാം, റബ്ബേ നീയാണ് സലാം, രക്ഷാ സമാധാനം, ഞാൻ ഇസ്ലാമാണ്. ഫയഖൂലു അല്ലാഹു തആല, അപ്പോൾ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയും ഇന്നക അലാ ഖൈർ ബികൽ യൗമ ആഖുദു വബിക ഉഅതി, നീ നല്ലതിൽ തന്നെയാണ്, നിന്നെ കൊണ്ടാണ് ഞാൻ ഇന്ന് സ്വീകരിക്കുന്നതും തള്ളുന്നത്. എന്ന് പറഞ്ഞാൽ നിന്നെ വെച്ച് നോക്കിയിട്ടാണ് ആ ചെയ്ത അമലുകളൊക്കെ പരിഗണിക്കണോ അതല്ല തള്ളണോ എന്ന് ഞാൻ തീരുമാനിക്കുക. ഒരു പക്ക ഇസ്ലാമിസ്റ്റായ ആ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിന്നവൻ ഈ പറയപ്പെട്ട അമലുകൾ ചെയ്താൽ അത് മഖ്ബൂലാണ്. ഇനി അതല്ല, വഴിതെറ്റിയ ഇസ്ലാമിൽ നിന്നുകൊണ്ടാണ് ഈ അമലുകളെല്ലാം ചെയ്തതെങ്കിലും അത് മർദൂദാണ്, തള്ളപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാം എന്ന ആ കറകളഞ്ഞ സിറാത്തുൽ മുസ്തഖീം അള്ളാഹു ആർക്കെങ്കിലും മനസ്സിലാക്കി തന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും വലിയ നിഅമത്ത് വേറെ കിട്ടാനില്ല. അള്ളാഹു അവരുടെ കൂട്ടത്തിൽ നമ്മളെയും പെടുത്തി അനുഗ്രഹിക്കട്ടെ. മാത്രമല്ല അള്ളാഹു വേറൊരു കാര്യം പറഞ്ഞു പരിശുദ്ധ ഖുർആനിൽ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഏറ്റവും അധികം ആഗ്രഹിച്ചു ആര് മുസ്ലിം ആവാൻ? അബൂ താലിബ്. എങ്ങനത്തെ മുസ്ലിം ആവാൻ? ഓൾറെഡി മുസ്ലിമാണ്. അബൂ താലിബ് കള്ളു കുടിച്ചതിന് താരീഖില്ല, വ്യഭിചരിച്ചതിന് താരീഖില്ല, പലിശന്റെ 5 പൈസ വാങ്ങിയതിന് താരീഖില്ല. അതുകൊണ്ടാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരവാദിത്തം അല്ലാഹു അബൂ താലിബിനെ ഏൽപ്പിച്ച. അവിടെ ഹറാമില്ല എന്നുള്ളതിനെ കൊണ്ട്, ഹറാമുണ്ടെങ്കിൽ റസൂലുള്ളാഹിന്റെ സംരക്ഷണം അബൂ താലിബിനെ അല്ലാഹു ഏൽപ്പിക്കൂല. കാരണം പ്രവാചകനാൻ പോകുന്ന ആളാണ്, ഹറാമ് തിന്നിക്കൂല. അത്ര ക്ലിയർ മനുഷ്യനാണ്. എന്നിട്ടും റസൂലുള്ളാഹി ആഗ്രഹിച്ചത് എന്താ അറിയോ? സിറാത്തുൽ മുസ്തഖീമിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഈ അഡ്ജസ്റ്റ്മെന്റ് ഇസ്ലാമിൽ നിന്ന് മാറി പക്ക ഇസ്ലാമിലേക്ക് വരാൻ, പ്രഖ്യാപിക്കാൻ. പക്ഷെ അള്ളാഹു കൊടുത്തില്ല. അള്ളാഹു പറഞ്ഞു ഇന്നക, തീർച്ചയായും താങ്കൾ, ലാ തഹ്ദി, താങ്കളുടെ നേർമാർഗത്തിലാക്കൂല, മൻ അഹ്ബബ്ത, താങ്കൾ ഇഷ്ടപ്പെട്ട ഒരാളെ. അള്ളാഹുവിന്റെ റസൂലിനോടാ പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും പ്രസിഡന്റിനോടോ സെക്രട്ടറിയോടോ അല്ല. മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന കലിമത്തു ഷഹാദത്തൈനിയിലെ 2ാം ഭാഗത്തിലൂടെ അല്ലാഹു പറയുന്നത് മൻ അഹ്ബബ്ത, നബിയെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരാളെ നേർമാർഗത്തിലാക്കാൻ, അഥവാ സിറാത്തുൽ മുസ്തഖീമിലാക്കാൻ, സന്മാർഗിയാക്കാൻ, ദീനിന്റെ മെമ്പർഷിപ്പ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റൂല. വലാകിൻ അല്ലാഹ, പക്ഷെ തീർച്ചയായും അല്ലാഹു യഹ്ദി മയ്യശാ, അവൻ ഉദ്ദേശിക്കുന്നവനെ ആ വഴി കൊണ്ടുവരും. ഹിന്ദിനറിയോ? ഹിന്ദ്. സഹാബാക്കളെ പേര് കേട്ട് എന്ത് പറയണം? അന്ത് ഹിന്ദിന്റെ പേര് കേട്ടിട്ട് പറയാത്ത? നമ്മളെ കണ്ണിലുള്ള ഹിന്ദ് ഇപ്പോഴും ആരാ? ഹംസയെ കൊല്ലാൻ വേണ്ടി പൈസ കൊടുത്ത ഹിന്ദ് റളിയല്ലാഹു അൻഹ, മുസ്ലിമത്തായി ജീവിച്ച് മരിച്ച് സ്വർഗത്തിന്റെ അവകാശിയായ ഹിന്ദ്. ഇസ്ലാമിന് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ വ്യക്തിയെന്നറിയോ? വഹ്ശിയെ വിളിച്ചിട്ട് വളയും മാലയും കമ്പലും പൊന്നും പണവും എല്ലാം കൂടി ഊരിക്കൊടുത്തത് ഹിന്ദാണ്. ഹംസയെ കൊന്നാ മതി, വേറൊന്നും എനിക്ക് വേണ്ട. അവൻ കേട്ടിട്ട് ആവേശം കൊണ്ടിട്ട് വഹ്ശി കുന്തമറിയാൻ വേണ്ടി പോയ ഉഹദിൽ വഹ്ശി കുന്തമെറിഞ്ഞ് കൊലപ്പെടുത്തിയ ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബിന്റെ നെഞ്ച് ഹിന്ദു വന്ന് കീറി പൊളിച്ച് ദേശം തീർത്തു. ആ കോലം കണ്ടിട്ട് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത്രയും ഉഹദിന്റെ ഭൂമിയിൽ കരഞ്ഞത്. ഹംസയുടെ തലയോട്ടിയിൽ ഹിന്ദു കണ്ടുപിടിച്ച് നിൽക്കുന്നത് ഇല്ലാത്ത കഥയാട്ടോ, അതൊന്നും താരീഖിലുള്ളതല്ല, പിന്നെ ആരോ ഉണ്ടാക്കിയതാണ്. നെഞ്ചു കുത്തി കീറി വികൃതമാക്കി ദേശം തീർത്തു. കാരണം ബാപ്പയും ആങ്ങളയും കൊച്ചാപ്പയും എല്ലാം പോയില്ലേ ബദറില് ഹിന്ദിന്റെ. പക്ഷെ ഹിന്ദ് ആരായി? റളിയല്ലാഹു അൻഹ. വലാകിന്നല്ലാഹ യഹ്ദി മയ്യശാ. അതിനപ്പുറത്ത് അബൂ താലിബ് എന്ന മുത്തുപോലത്തെ മനുഷ്യൻ അന്ന് സ്വീകരിച്ചില്ല, മെമ്പർഷിപ്പില്ല. ഇപ്പുറത്ത് ഹിന്ദ് എന്ന ക്രൂരതയുടെ മുഖം ഉണ്ടായിരുന്ന
അബൂ സുഫിയാന്റെ ഭാര്യയെ അള്ളാഹു ഇസ്ലാമിസ്റ്റാക്കി, സ്വർഗത്തിലേക്ക് അയച്ചു. അള്ളാഹിന്റെ കളി എങ്ങനെയാണ്? തൗഫീഖാണ്. കിട്ടിയത് തൗഫീഖാണ്. അത് കളയാതെ സൂക്ഷിക്കുന്നതിന്റെ പേരാണ് മുസ്ലിം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു ഈ പറഞ്ഞ വാക്യനർത്ഥം ഇമാം അൽ അമീൻ അശ്ശൻഖീതി റഹിമഹുല്ലാഹ് പറഞ്ഞു, ഹുവ ഹുദ തൗഫീഖ് ലിഅന്ന തൗഫീഖ ബിയദില്ലാഹി വഹദഹു. ഇസ്ലാമിലേക്ക് വരിക, മെമ്പർഷിപ്പ് കിട്ടുക, തൗഹീദ് മനസ്സിലാവുക, ദീൻ തിരിച്ചറിയുക എന്നുള്ളത് തൗഫീഖാണ്. തൗഫീഖ് അള്ളാഹിന്റെ കൈമേൽ മാത്രമുള്ള സംഗതിയാണ്. വേറെ ആർക്കും അതിൽ കൈകടത്താൻ പറ്റൂല. ആരെങ്കിലും പ്രസംഗിച്ചിട്ട് മാറ്റാൻ, ആർക്കെങ്കിലും എന്തെങ്കിലും മെസ്സേജ് അയച്ചിട്ട് മാറ്റാൻ, ആരെങ്കിലും നസീഹത്ത് ചെയ്ത് ബ്രെയിൻ വാഷ് ചെയ്തിട്ട് മാറ്റി ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. അയാൾ അള്ളാഹു പിടിച്ചു കൊണ്ടുവന്നു. ചില ആൾക്കാരെ പറ്റി നമ്മൾ പറയല്ലേ, ഇത്ര ബുദ്ധിയുള്ള മനുഷ്യനാന്നറിയാം, ദൂരം വായിക്കുന്ന മനുഷ്യനാന്നറിയാം, എല്ലാ വിഷയത്തിലും ഭയങ്കര നോളജുണ്ട്. ഇയാൾക്ക് എന്താണോ ഇസ്ലാം തിരിയാത്തത്? അയാൾക്ക് തൗഫീഖ് ഇല്ലാത്തത് കൊണ്ടാണ്. അയാൾക്ക് തൗഫീഖ് ഇല്ലാത്തത് കൊണ്ടാണ് ഇസ്ലാം തിരിയാത്തത്. അതേ സമയത്ത് നമ്മളെ പോലത്തെ സാധാ സീതാ മനുഷ്യന്മാര്, വലിയ ബുദ്ധിജീവികളല്ല, ഭയങ്കര കഴിവുള്ള ആൾക്കാരല്ല, ഇസ്ലാമിന്റെ ഭയങ്കര പാരമ്പര്യമുള്ളവരുമല്ല, പക്ഷെ ഏതിൽ പെട്ടു? സെലക്ഷൻ ചെയ്യപ്പെട്ടവരിൽ പെട്ടു. പ്രിയപ്പെട്ടവരെ, അതിനോടുള്ള ശുക്ർ കാണിക്കണം. ശുക്ർ കാണിക്കുക എന്ന് പറഞ്ഞാൽ അതിലൊന്ന് അള്ളാഹുവിന് ഹംദ് പറയലാണ്. وقالوا الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. സ്വർഗവാസികൾ പറയുന്ന ശുക്റിന്റെ വാക്ക് അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവ്വസ്തുതിയും. അല്ലദീ, നമ്മൾ ശരിക്കും പറഞ്ഞാൽ ദുനിയാവില് നല്ല മക്കളെ കിട്ടി, എത്ര ശുക്ർ പറയും ദുആ ചെയ്യുന്നു. ഒരുപാട് വരുമാന മാർഗങ്ങൾ അല്ലാഹു തുറന്നു തന്നു, എത്ര ശുക്ർ പറയും. ഇന്നലെ രോഗങ്ങളുണ്ടെന്ന് സംശയിച്ചാ പോയിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തൊക്കെ ഒന്നുമില്ല, എല്ലാം ക്ലിയർ ആണ്, എത്ര ശുക്ർ പറയും. രണ്ടരക്കാത്ത സുന്നത്ത് ശുക്രിന്റെ നിസ്കരിച്ചിട്ട് ദുആ ചെയ്യും, അല്ലാഹുവേ നിനക്ക് സർവ്വസ്തുതിയും. കാരണം എല്ലാം തന്നു നീ എനിക്ക് തൗഹീദ് മനസ്സിലാക്കി തന്നു, ദീനിന്റെ വക്താവാക്കി, ദീനിൽ ഫഹ്മ് തന്നു, അതുകൊണ്ട് അല്ലാഹുവേ ലക്കൽ ഹംദു വലക്കൽ ശുക്ർ പറയുന്ന ആൾക്കാർ കുറവാണ്. കാരണം ഇതിന്റെ വില മനസ്സിലായില്ല, കിട്ടിയതിന്റെ വില അറിയില്ല. അങ്ങനെ ശുക്ർ, പിന്നെ ഹംദ് പറഞ്ഞ് ശുക്ർ കാണിക്കുന്ന ഇസ്ലാമിസ്റ്റാണെങ്കിൽ അതിലിങ്ങനെ പിടിച്ചു നിൽക്കുന്നവനായിരിക്കും. അല്ലാത്തവന് ഹംദ് പറയാൻ ഉണ്ടാവില്ല. ബോധവാനല്ലേ നന്ദി കാണിക്കുക, ബോധം ഇല്ലാത്തവരടുത്ത് എന്ത് നന്ദിയാ ഉണ്ടാവുക? വഖാലു, അവർ പറയും അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ, ഇതിനു വേണ്ടി നമുക്ക് വഴി കാണിച്ച അല്ലാഹുവിനാണ് സർവ്വസ്തുതി. വമാ കുന്നാ ലിനഹ്തദിയ, നമുക്ക് ഈ വഴി കിട്ടില്ലായിരുന്നു, ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹു ഈ വഴി കാണിച്ചിട്ടില്ലായിരുന്നെങ്കിൽ. സ്വർഗത്തിൽ എത്തിക്കഴിയുമ്പോൾ പറയുന്ന വാക്കാണ്, ആദ്യമായിട്ട് സ്വർഗവാസം പറയുന്ന വാക്ക്. ഇത് ഞാൻ പറഞ്ഞതിനറിയോ പ്രിയപ്പെട്ടവരെ? ശുക്ർ കാണിക്കണം. അതിൽ രണ്ടാമത്തെ ഭാഗം എന്താ അറിയോ? കരിങ്കല്ല് പോലെ ഉറച്ചു നിൽക്കാൻ സാധിക്കണം. ദീനുൽ ഇസ്ലാം രാജപാതയിൽ, സിറാത്തുൽ മുസ്തഖീമിൽ, അങ്ങോട്ടില്ല ഇങ്ങോട്ടില്ല. അതുകൊണ്ട് അല്ലാഹു പറഞ്ഞത്, യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൻ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ ഇന്ന വഅദല്ലാഹി ഹഖ്ഖുൻ ഫലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ. അല്ലാത്ത വാക്കാണ്. ജനങ്ങളെ, അല്ലാഹുവിനെ സൂക്ഷിച്ചോളി. വത്തഖൂ യൗമ വഖ്ശൗ യൗമ, ഒരു ദിവസത്തെയും നിങ്ങൾ പേടിച്ചോളി. ലാ യജ്സി വാലിദുൻ അൻ വലദിഹി, ഒരു ഉപ്പയും മക്കൾക്ക് ഉപകാരപ്പെടൂല. വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൻ വാലിദിഹി ശൈആ, ഒരു മക്കളും ഒരു മാതാപിതാക്കൾക്കും ഒരവസ്ഥയിലും ഉപകാരപ്പെടൂല. ഇന്ന വഅദല്ലാഹി ഹഖ്, അല്ലാഹുവിന്റെ വഅദ ഹഖാൻ. ലാ തഗുറന്നകുമുൽ ഹയാത്തുദ് ദുനിയാ, ദുനിയാവിലെ ജീവിതം നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ. വലാ യഗുറന്നകും ബില്ലാഹിൽ ഗറൂർ, ചതിയുമായി വരുന്ന ഒന്നും ആരും ഏതും നിങ്ങളെ വഞ്ചനയിൽ പെടുത്താതിരിക്കട്ടെ. ഇങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഇങ്ങനെ നിൽക്കണം. പിശാച് മാത്രമല്ല, ആരൊക്കെ ഉണ്ടെന്നറിയോ? ആബാഉക്കും വഅബ്നാഉക്കും വഅസ്വാജുക്കും വഅസ്വാജുക്കും
وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها. ഇത് 8 ആ ഗറൂറിൽപ്പെട്ടു. ഇതാണ് ആ ചതിയന്മാർ. മാതാപിതാക്കൾ, ഇണകള്, മക്കള്, ഉടപ്പുറപ്പുകൾ, ബന്ധുക്കൾ, കച്ചവടം, സ്വത്ത്, വീട്. ഇതാണ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കാൻ പ്രേരിപ്പിക്കുന്ന 8 കാര്യം. ഈ 8 നിങ്ങളെ ചതിക്കാതിരിക്കട്ടെ. ഇങ്ങനെ നിന്നോളണം. ഇമാം നമ്മൾ അങ്ങനെയല്ല. ഇല്ലാ മൻഷാ അല്ലാഹ്. ചില ആൾക്കാരുണ്ടാവും, അവരെ പോലെ അള്ളാഹു നമ്മളെ ഇമാക്കി തരട്ടെ. കൊടുങ്കാറ്റ് വന്നാലും മലയിളകി വന്നാലും തിരന്മാരിങ്ങനെ സുനാമിയായി വന്നാലും നിന്ന നിപ്പിലുണ്ടാവും. ആദർശത്തിന്റെ രാജപാതയിൽ കുലുങ്ങൂല. ഉമ്മ പിണങ്ങി, കുഴപ്പമില്ല. ഉപ്പ ചൂടായി, ഒരു വിഷയമില്ല. കച്ചവടം പൂട്ടി, കുഴപ്പമില്ല. നാട്ടുകാരൊക്കെ ആക്ഷേപിക്കാൻ തുടങ്ങി, ആക്ഷേപിച്ചോട്ടെ. കാരണം എന്റെ പേടി ഉടമസ്ഥന്റെ ആക്ഷേപമാണ്, അടിയാന്റെ ആക്ഷേപമല്ല. ഉറച്ചു നിൽക്കാൻ കഴിയണം. അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഫിഖ്ഹിലുണ്ടാവും, നമ്മൾ മുമ്പും പറഞ്ഞിട്ടുണ്ട്. അഖീദയിൽ അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ഒരു കോംപ്രമൈസും ഇല്ല. ഈ 8 ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹു തആല. പറ്റുമെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിന്റെ താരീഖ് ഒന്ന് വായിച്ചു പഠിക്കണം. ഞാനിപ്പം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. രോമാഞ്ചം തരും. ആദർശത്തിന്റെ വഴിയിൽ ഇങ്ങനെ കരിങ്കല്ല് പോലെ, ആണിയടിച്ച പോലെ നിൽക്കാനും അത് വളരെ ശക്തമായി ഉറക്കെ പറയാനുള്ള ധൈര്യം ഏടുന്നോ വന്നുകൂടും നമ്മുടെ ഉള്ളിലേക്ക്. ഇമാമുസ്സുന്ന അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി റഹിമഹുല്ലാഹ്. മുഅ്തസം രാജാവിന്റെ അമീറുൽ മുഅ്മിനീൻ മുഅ്തസം ഇബ്നു ഹാറൂൻ അർ-റഷീദ് അബ്ബാസിയ ഭരണകർത്താവാണ്, ഇസ്ലാമിന്റെ ഖലീഫ. രാജകൊട്ടാരത്തിൽ ബഗ്ദാദിൽ ഒരു ഭാഗത്ത് രാജാവിനോടൊപ്പം നാട്ടിലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരും മുഴുവനും. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ ശത്രു ആരാണ്? ഇസ്രായേല, നെതന്യാഹുവ. അതല്ല, ഇത്രയേ ഉള്ളൂ. നമുക്ക് ശൈത്താൻ തോന്നിപ്പിക്കാണോ എന്തോ ഭയങ്കര സംഭവമാണ്. അതിനായിട്ട് വലുതായിരുന്നു അബൂജഹൽ, അതിനായിട്ട് വലുതായിരുന്നു ഫിർഔൻ. എടുത്തി ഇതെല്ലാം അത്രയേ ഉള്ളൂ. നേടി എത്തൂല. മുസ്ലിങ്ങളെ കുറെ കൊല്ലുമായിരിക്കും, പ്രയാസപ്പെടുത്തുമായിരിക്കും. ഇസ്ലാമിന്റെ രോമത്തിനെ തൊടാൻ നെതന്യാഹു അല്ല, ട്രംപ് അല്ല, പിന്നെ ഏതാ? ആയത്തുള്ളയല്ല. അതിന്റെ അപ്പുറത്തും വന്നാലും ഇസ്ലാമിന്റെ രോമത്തിന് തൊടൂല. അടിച്ചോണ്ടിരിക്കുന്ന 3 മാലിമ്യങ്ങളാണ്. അടിച്ചോണ്ടിരിക്കുന്ന 3 പേരും ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. നമുക്ക് ഒരു സഹതാപവും അവർ ഒന്നിനോടില്ല. ആകെ ഉള്ളത് കൊല്ലപ്പെടുന്ന പിഞ്ചു പൈതങ്ങളോടും പെണ്ണുങ്ങളോടും നിരപരാധികളോടുമാണ്. നമ്മുടെ മനുഷ്യന്റെ മാനുഷിക സഹതാപം. അല്ലാണ്ട് ആദർശപരമായി 3നോടും കൂട്ടില്ല. കാരണം 3 ഇസ്ലാമിന്റെ ശത്രുക്കളാണ്. അത് ഇനിയും നമ്മളെ കൂട്ടത്തിൽ തന്നെ പലർക്കും മനസ്സിലായില്ല. ഇറാനിയക്കൾ ആരാണ്, ഷിയാക്കൾ ആരാണ്? തിരിഞ്ഞില്ല. 3 ആളും നമ്മളെ ശത്രുക്കളാണ്. ഇപ്പൊ അടിച്ചോണ്ടിരിക്കുന്ന 3 എണ്ണവും നമ്മളെ ശത്രുക്കൾ. അതിൻ്റെ ഇടയിൽപ്പെട്ട് ഉരുകുന്നു നമ്മുടെ സഹോദരങ്ങൾ GCC-യിൽ. നമ്മൾ അവരെ കുതിര കയറാൻ നിൽക്കുകയാണ്. എന്നിട്ട് ഇവന് റമദാന് കഴിഞ്ഞ റമദാൻ ഒരു പള്ളിയിൽ നിന്ന്, ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിയിൽ നിന്ന്, അല്ലാഹുമ്മ അൻസുർ ഇഖ്വാനൽ മുസ്ലിമീന ഫീ ഇറാൻ. ആദർശബോധമില്ലാത്ത മൂരാച്ചികൾ ജമാഅത്തെ ഇസ്ലാമിക്കാർ. ഇറാനിലെ മുസ്ലിമീങ്ങളാ? ഈ കൊല്ലപ്പെട്ട ആയത്തുള്ള മുസ്ലിമ? നമ്മൾ ആ വെള്ള താടിയും നല്ല ഗ്ലാമറുള്ള മുഖവും, എനിക്ക് കുറച്ച് പേരന്തോടിയെല്ലാം വാങ്ങിയിട്ട് തേച്ചങ്ങനെ വെളുപ്പിക്കണം. ആള് സ്നേഹിച്ചോളൂ. കുറച്ച് വെളുത്താല് നല്ല വെള്ളത്താടി, വെള്ള മുഖം, നല്ല 2 ചോന്നയും പച്ചയും മോതിരം, നല്ലൊരു തലയെക്കെട്ടിലിട്ട് 2 കോട്ടും കെട്ടി ഇങ്ങനെ കണ്ണും മുള്ളൊക്കെ കെട്ടി ഇരുന്ന ഇസ്ലാമിന്റെ ഉത്ഭവ നായകൻ. ഇത്ര അധപ്പതിച്ചു പോയല്ലോ മുസ്ലിം ഉമ്മത്ത്. ആദർശബോധമില്ലാത്ത വെറും ചണ്ടികളായി പോയല്ലോ മുസ്ലിം ഉമ്മത്ത്. മുസ്ലിമീങ്ങളെ കൈമെന്ന് പൈസ വാങ്ങി ഉണ്ടാക്കിയ പള്ളിന്റെ മിഹ്റാബിന്റെ മുകളിൽ നിന്നിട്ട് ദുആ ചെയ്യുക, ഇറാനിലെ മുസ്ലിം സഹോദരങ്ങളെ നീ കാക്കണേ റബ്ബേ. അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു. അവരോട് നമുക്ക് സഹതാപമുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ ദുആവും ചെയ്യും. ഇറാനിയൻ ഭരണകൂടത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്തിട്ട് കാര്യമില്ല. അവർ കാഫിറുകളാണ്. സംശയമുണ്ടാ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറഞ്ഞോളൂ. ഞാൻ നവാഖിദുൽ ഇസ്ലാം നമ്മളെ ദർസ് കഴിഞ്ഞതാ. മല്ലം യുകഫിരിൽ മുശ്രികീന
ഔ ശക്ക ഫീ കുഫ്രിഹിം ഔ സഹഹ മദ്ഹബഹും കഫറ ഇജ്മാഅൻ. മുശ്രിക്കീങ്ങളുടെ കുഫറിൽ ആരെങ്കിലും സംശയിച്ചാൽ, അതിനെ ശരിയാക്കാൻ ശ്രമിച്ചാൽ, അതല്ലെങ്കിൽ അതിനോടൊപ്പം ചേർന്നാൽ നമ്മളും കാഫിറായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അലിയല്ലേ അവരുടെ ദൈവം? ഞാൻ ചോദിച്ചോട്ടെ, കേട്ടോളി. വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ്. ജൂതന്മാര് പറഞ്ഞു ഉസൈർ അല്ലാഹുവിന്റെ മോനാണ്. അപ്പൊ ആരെ വിശ്വസിക്കുന്നുണ്ട് ജൂതൻ? അള്ളാഹുവിനെ. അതിന്റെ പാർട്ട്ണറാണ് ഉസൈർ അലൈഹിസ്സലാം. പുറത്തായി. വഖാലത്തിൻ നസാറൽ മസീഹ് ഇബ്നുല്ലാഹ്. നസാറാക്കൾ പറഞ്ഞു ഈസ അല്ലാഹുവിന്റെ മോനാണ്. അപ്പൊ ആരെ വിശ്വസിക്കുന്നുണ്ട്? അല്ലാഹുവിനെ. പിതാവ്, മോനാണ് ആര്? ഈസ. പുറത്തായി. റിയാലിഷിയാക്കൾ പറഞ്ഞു അലിയുൻ വലിയുല്ലാഹ് വഹുജ്ജത്തുല്ലാഹ്. അല്ലാഹ് ഉണ്ട്, പക്ഷെ പാർട്ട്ണർ അലിയാണ്. അത് അവർ മാത്രം ഉള്ളിൽ, ബാക്കി രണ്ടാളും പുറത്തു. ആദ്യം വന്ന് രണ്ടും ഉള്ളിൽ, ഇവ മാത്രം എന്താ ഈ രണ്ടാളും പുറത്ത്, ഇവ മാത്രം ഉള്ളിൽ എങ്ങനെ ആവുക? മൂന്നും ഒരേ വാദമല്ലേ? മൂന്നും പുറത്തല്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി പറയും, അഷ്ഹദു അന്ന അലിയൻ വലിയുല്ലാഹ്. ഒന്ന്. രണ്ടാമത്തത്, ഈ പറഞ്ഞ ഇറാനിയൻ ഷിയാക്കളുടെ ഈ കൊല്ലപ്പെട്ട ആയത്തുള്ളാന്റെ പ്രസംഗം കേട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും? ആ പ്രസംഗത്തിലും അയാളുടെ എഴുത്തുകളിലും വായിക്കാം, കിതാബുകളിലും വായിക്കാം, യഥാർത്ഥത്തിൽ അലിയിന് വേണ്ടി ആകാശ ലോകത്ത് നിന്നും വന്ന വഹ്യ് മുഹമ്മദ് തട്ടിയെടുത്തതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാഫിറോ മുസ്ലിമോ? ഒന്ന്. മൂന്ന്, ജിബ്രീൽ എന്ന് പറയുന്ന മലക്കിന് അബദ്ധത്തിൽ തെറ്റുപറ്റിപ്പോയി മുഹമ്മദിന് കൊടുത്തുപോയതാണ്. ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന അലിയിലാണ് കൊടുക്കേണ്ടിയിരുന്നത്. കാഫിറോ മുസ്ലിമോ? ജിബ്രീൽ തെറ്റേറ്റോ എന്ന് പറഞ്ഞാൽ അള്ളാഹ് തെറ്റുപറ്റി എന്ന് പറയുന്ന പോലെയാണ്. അറിയുന്ന ആൾക്കാർക്ക് ഷിയാക്കൾ ആരാണ്, അതാ പ്രശ്നം. ജൂതന്മാരുടെ സൃഷ്ടിയാണ്. ഇസ്ലാമിന്റെ പേര് പുറത്തു വെച്ചിട്ട് ഉള്ളിൽ ആട്ടിൻതോല് കെട്ടിയ ചെന്നായിക്കൂട്ടമാണ് ഷിയാക്കൾ. തീർന്നില്ല. മൂന്ന്, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പ്രധാനപ്പെട്ട പ്രശ്നം, അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അപ്പുറത്ത് ആയിഷ ഉമ്മാന്റെ വീട്ടിൽ റൂമിൽ ഇരിക്കുന്ന സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പൂർത്തിയാക്കി ഒന്ന് ഇങ്ങോട്ട് വരാൻ കാത്തിരുന്നൂടെ? അതിന് മുമ്പ് അബൂബക്കർ എന്തിനാ പെട്ടെന്ന് കയറി അങ്ങ് ഖിലാഫത്ത് ഏറ്റെടുത്തത്? അതൊരു തരം ചതിയായിരുന്നു, തട്ടിപ്പറിയായിരുന്നു അവരുടെ വിശ്വാസം. അത് നമ്മൾ വിശ്വസിച്ചാലോ നമ്മൾ മുർത്തദ്ദാവും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ അർഹതപ്പെട്ട ഖിലാഫത്താണ് ആ കിട്ടിയത്. അതിനെ തട്ടിപ്പറിച്ചു. അത് അംഗീകരിച്ച ഏതൊക്കെ സഹാബികളുണ്ടോ അവരൊക്കെയും ഇവർക്ക് കാഫിരീങ്ങള്, അതല്ലെങ്കിൽ ചതിയന്മാരും വഞ്ചകന്മാരും. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ അടക്കം. എന്നാൽ ഈ സഹാബാക്കളെ പറ്റി അള്ളാഹു പരിശുദ്ധ ഖുർആൻ പറഞ്ഞതോ റളിയല്ലാഹു അൻഹും വറദു അൻ. അള്ളാഹു തൃപ്തിപ്പെട്ട ഈ വിഭാഗത്തെ വഞ്ചകന്മാരായും ചതിയന്മാരായും പിടിച്ചുപറിക്കാരായും അക്രമകാരികളായും ലോകത്തിന് പരിചയപ്പെടുത്തുന്നവർ നമ്മളെ കൂട്ടത്തിൽപ്പെട്ടവരല്ല. മറ്റൊന്ന്, ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹ സൂറത്തുൻ നൂറിൽ 10 ആയത്തുകൾ അവതരിപ്പിച്ചുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് ആയിഷ നിരപരാധിയാണ് റളിയല്ലാഹു അൻഹ. സഫ്വാനും കൂട്ടുകാരും പറഞ്ഞുണ്ടാക്കിയ വ്യഭിചാര ആരോപണം തെറ്റാണ്, നബിയെ ശരിയല്ല എന്ന് പറഞ്ഞത് ആകാശത്ത് നിന്ന് 10 ആയത്തുകൾ ഇറക്കിയിട്ട ആ ഉമ്മയെ പറ്റി ഇവരിപ്പോഴും പറയുന്നത് ആയിഷ ലഅനത്തുല്ലാഹി അലൈഹ, അള്ളാന്റെ ശാപം ആയിഷക്ക് ഉണ്ടാകട്ടെ. വഹഫ്സ, ഉമറിന്റെ മോള് ഹഫ്സക്കും അള്ളാന്റെ ശാപം ഉണ്ടാകട്ടെ. അള്ളാഹ് പറഞ്ഞതോ നബിയുടെ ഭാര്യമാർ നിങ്ങൾക്ക് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും. അവരുടെ ഭാര്യമാർ നമ്മളെ സംബന്ധിച്ച് ഉമ്മമാരാണ്. അവരെ പറ്റി ഇപ്പോഴും ഷിയാക്കളുടെ വാദം അവര് ശപിക്കപ്പെട്ടവരും കാഫിരീങ്ങളുമാണെന്നാണ്. അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുനിയാവിൽ എനിക്ക് 2 മന്ത്രിമാരുണ്ട്, ആകാശത്തിൽ 2 മന്ത്രിമാരുണ്ട്. വസീറാനി ഫിസ് സമാ ജിബ്രീൽ വ ഇസ്രാഫീൽ വ മീകായിൽ. ഇസ്രാഫീൽ അല്ല, മീകായിൽ. ഭൂമിയിലുള്ളത് അബൂബക്കറും ഉമറുമാണ്. ഈ 2 പേരും ഇന്നും ഇവർക്ക് കാഫിരീങ്ങളാണ്.
അവർ പറഞ്ഞു, സൗദിന്റെ ഭരണം നമ്മളെ കൈമേൽ കിട്ടട്ടെ, ഈ രണ്ടുപേരെ ഈ ഖബറിന്ന് തോണ്ടി നമ്മൾ തൂക്കിലേറ്റിട്ട് കാണിച്ചു തരാം. എന്നിട്ട് പിടിച്ചിരിക്കുക ജമാഅത്ത് ഇസ്ലാമിന്റെ നേതാവ് അമീർ, എന്താ പോലെ മനഹജില്ല. തുടക്കത്തിൽ പറഞ്ഞു, ദീൻ അറിയലല്ല, ദീനെ മനസ്സിലാക്കണം. അൽ ഫഹ്മു ഫിദ്ദീൻ, അതാ ഹദീസിൽ വന്ന വാക്ക്. യുഫഖിഹു ഫിദ്ദീൻ ഐ യുഫഹിംഹു ഫിദ്ദീൻ. ദീനിന്റെ ഫഹ്മ് കിട്ടണം, മനഹജ് അറിയണം. ആണ് നമുക്കൊരു അല്ലോ ഇവരെല്ലാം കൂടി സ്വർഗത്തിലേക്ക് ഉണ്ടായത് ഖൈർ, ആഗ്രഹം നല്ല തന്നെ. പക്ഷെ അധിക പേരും സ്വർഗത്തിലേക്കായിരിക്കില്ല, വളരെ കുറച്ചേ ഉണ്ടാവും. ആ കുറച്ചിൽ പെടാപ്പാടുപെട്ടേ പറ്റൂ ദുനിയാവിൽ. മഞ്ചദ്ദ വജദ എന്ന അറബിയിലെ ചൊല്ല്, ആര് ശ്രമിച്ചോ അവന് കിട്ടും. സൂറത്തുൽ വാഖിയയിൽ ഖലീലും മിനൽ ആഖിരീൻ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാന്റെ മറുഭാഗത്തുള്ളത് വലിയ വലിയ തലക്കെട്ട് കെട്ടിയ പണ്ഡിതന്മാർ, ഇബ്നു അബീ ദുആദിനെ പോലെയുള്ള പണ്ഡിതന്മാർ, മുവഹ്ഹിദുകൾ, തൗഹീദുള്ള പണ്ഡിതന്മാർ. പക്ഷെ ഒറ്റ വാദത്തിലാണ് അവരെതിരായത്. അഹ്ലുസ് സുന്നയും അതേപോലെ തന്നെ അഹ്ലുൽ ഹവയുമായി മാറിയത്. ഒറ്റ വാദം, അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. ഇബ്നു ഹംബലിന്റെ വാദം, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയല്ല, അള്ളാഹിന്റെ സിഫത്തിൽപ്പെട്ടതാണ്. ഇവർ പറഞ്ഞു അല്ല, ഖുർആൻ അള്ളാഹുവിന്റെ കലാമാണ്, അള്ളാഹുവിന്റെ സൃഷ്ടിയുമാണ്. മുഅ്തസിലിയാക്കൾ എന്തിനാ അതങ്ങനെ പറഞ്ഞു? പിഴച്ച വാദം. അവരെ തിരഞ്ഞിരിഞ്ഞ അവരെന്തെന്ന് വെച്ചാൽ നഖലിനേക്കാളും അഖലിനെ മുന്തിച്ചവർ ബുദ്ധി ഉപയോഗിച്ച് ദീനിനെ മനസ്സിലാക്കാൻ മെനക്കെട്ടു, പിഴപ്പിച്ചു, വാലും മുതലുമായി. ഇബ്നു ഹംബൽ ഉറച്ചു നിന്നിട്ട് പറഞ്ഞു, അല്ല, ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, ഗൈറു മഖ്ലൂഖ്. മുഅ്തസിം രാജാവ് വിധിച്ചു 100 ചാട്ടവാറിന് അടിയടിക്കാൻ ഇമാം അഹ്മദ് ബിൻ ഹംബൽ. പരിശുദ്ധ റമദാനിൽ വൈകുന്നേരമാകുമ്പോഴേക്കും ചാട്ടവാറിന്റെ അടി കൊണ്ട് അദ്ദേഹം ബോധം കെട്ടു വീണു. അപ്പൊ ആൾക്കാർ വന്നിട്ട് ചോദിച്ചു, ഇമാമേ ഒന്ന് പറഞ്ഞൂടെ, രക്ഷപ്പെട്ടൂടെ? അപ്പൊ അദ്ദേഹം പറഞ്ഞെന്താ അറിയോ? ഹാതി മിൻ കിതാബില്ലാഹി വസുന്നത്തി റസൂലിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയാം, ഖുർആനിൽ നിന്നും സഹിഹായ ഹദീസിൽ നിന്നും ഒരു തെളിവ് കാണിച്ചതാ. അങ്ങനെ നിൽക്കാൻ പറ്റണം ദീനിൽ. അതാണ് മുത്ത്. ബഹുമാനപ്പെട്ട അഹ്മദ് ബിൻ നസർ അൽ ഖുസാഇ ഇബ്നു ഹംബൽ റഹിമഹുല്ലാഹിന്റെ കാലഘട്ടക്കാരൻ, ഇതേ വാദത്തില് വാസിഖ്, മുഅ്തസിമിന്റെ ശേഷം വന്ന വാസിഖ് അക്രമിയായിരുന്നു, മുഅ്തസിലിയ വിശ്വാസക്കാരനായിരുന്നു. പക്ഷെ അവസാന സമയത്ത് തൗബ ചെയ്തു എന്ന് പറയപ്പെടുന്നു. അല്ലാഹു അലം. ഇബ്നു നസറിനെ കൊട്ടാരത്തിൽ വിളിപ്പിച്ചു, ചോദിച്ചു, എന്താ നിങ്ങളെ വാദ ഖുർആന്റെ വിഷയത്തിൽ? അൽ ഖുർആനു കലാമുല്ലാഹി ഗൈറു മഖ്ലൂഖ്. അള്ളാന്റെ കലാമാണ്, സൃഷ്ടിയല്ല. അപ്പൊ ഇത്രയും പണ്ഡിതന്മാർ പറയുന്നതോ എനിക്കറിയില്ല. ഖുർആന്റെ തെളിവിതാ, ഹദീസിന്റെ തെളിവിതാ, ഞാൻ അങ്ങനെ പറയാം. വാസിക്ക് തല വെട്ടിക്കൊന്നു ആ പണ്ഡിതനെ. 6 മാസം ബഗ്ദാദിലെ പൊതുമൈതാനത്ത് ഇബ്നു നസർ ഖുസാഇന്റെ തലയോട്ടി ഒരു കുന്തത്തിൽ കുത്തിവെച്ചു, നാട്ടിലുള്ള അഹ്ലുസുന്നയുടെ ഉലമാക്കൾക്ക് പാഠമാവാൻ. പക്ഷെ അനങ്ങിയിട്ടില്ല. അങ്ങനെ ഇസ്തിഖാമത്തോടു കൂടി ദീനിൽ നിൽക്കാൻ പറ്റണം. അവസരം കിട്ടിക്കഴിഞ്ഞാൽ അവരാണ് വിജയിച്ചവർ. നമ്മൾ അവരുടെ ഖലഫാണ്, അവർ നമ്മുടെ സലഫാണ്, നമ്മുടെ മുൻഗാമികൾ, നമ്മൾ അവരുടെ പിൻഗാമികൾ. പക്ഷേ പേരിൽ പിൻഗാമി എന്ന് പറയാമെന്നല്ലാതെ അർത്ഥത്തിൽ നമ്മൾ പിൻഗാമിയായിട്ടില്ല ആ സലഫുകളുടെ. കാരണം നമ്മൾ ആദർശ വിഷയത്തിൽ അഡ്ജസ്റ്റ്മെന്റിന്റെ ആൾക്കാരായി പോയി. പറ്റൂല. നഷ്ടങ്ങൾ സഹിക്കാൻ തയ്യാറാവണം, ത്യജിക്കാൻ തയ്യാറാവണം, വേദനിക്കാൻ തയ്യാറാവണം, ഉരുകാൻ തയ്യാറാവണം, പട്ടിണി കിടക്കാൻ തയ്യാറാവണം. അപ്പോഴേ ഈ കിട്ടിയ ചാൻസിന്റെ മധുരം മനസ്സിലാവുള്ളൂ. അഡ്ജസ്റ്റ്മെന്റ് പറ്റൂല. പരീക്ഷിക്കപ്പെടാതെ നമ്മൾ മുഅ്മിനായി എന്ന് പറയുമ്പോഴേക്കും നാം വെറുതെ വിടും എന്നാണോ മനുഷ്യൻ വിചാരിക്കുന്നത്? ഇല്ല. അവർക്ക് മുമ്പ് വന്നവരെ നാം പരീക്ഷിച്ചിട്ടുണ്ട്. തീർച്ചയായും അല്ലാഹുവിനെ കാണണം. ആരാണ് സത്യസന്ധൻ?
വലയഅലമന്നൽ കാദിബീൻ, ആരാണ് കളവ് പറയുന്നവൻ. നമ്മുടെ എതിർപ്പെടും. അള്ളാഹു ഖുർആനിൽ പറയുന്നു സത്യസന്ധൻ ആരാണ്, കള്ളൻ ആരാണെന്ന് അള്ളാഹ്ക്ക് കണ്ടറിയണം. അതിനുവേണ്ടി പരീക്ഷണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി തരും. കൂറില്ലാത്തവൻ തോറ്റ് തൊപ്പിയിടും, കൂറുള്ളവൻ എല്ലാം സഹിച്ച് മുറുകെ പിടിച്ചു നിൽക്കും. പക്ഷെ ഇന്ന മഅൽ ഉസ്രി യുസ്റൻ, പരീക്ഷ കഴിഞ്ഞ് പാസ്സായാൽ പിന്നെ സമ്മാനങ്ങൾ വരാൻ തുടങ്ങും. പിന്നെ ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, മുമ്പോട്ടുള്ള പേടിയും വേണ്ട, ഇട്ടിട്ട് പോകുന്നില്ല ടെൻഷനും വേണ്ട. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ പറയാൻ കാരണം പരിശുദ്ധ റമദാൻ കഴിഞ്ഞ് നിൽക്കുകയാണ്. പുതിയ മനുഷ്യന്മാരാകുമ്പോൾ അല്ലാഹു നമ്മളങ്ങനെ ആക്കി തരട്ടെ. ഒരു റമദാൻ കൂടി ജീവിതത്തിൽ കിട്ടി, ഒരുപാട് ദുആ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് തൗബ ചെയ്ത് അമലുകളെ കൊണ്ട് അലങ്കരിച്ച് വലിയ മാറ്റത്തിന് സ്വയം നഫ്സിനെ വിധേയരാക്കി തസ്കിയത്തും തർബിയത്തും കൊടുത്ത് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ശവ്വാലോടുകൂടി. ഇനി അങ്ങോട്ട് അള്ളാഹു തന്ന ഈ ചാൻസിന്റെ വില മനസ്സിലാക്കി മുറുകെ പിടിച്ചു നിൽക്കണം, മുറുകെ പിടിച്ചു നിൽക്കണം. അതിനേറ്റവും വലിയ ആയുധം ഇൽമാണ്. ഇൽമാണ്. കാര്യങ്ങൾ അറിയണം, പഠിക്കണം, ക്ലാസ്സുകളിൽ സജീവമാവണം, ക്ലാസ്സുകൾ ശ്രദ്ധിക്കണം, സ്വയം അമൽ ചെയ്യണം, അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. ഇൽമ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കൈവിട്ടു പോയ ഏറ്റവും വലിയ അനന്തരാവകാശ സ്വത്താണ്, മീറാസ്. അമ്പിയാ മുർസലീങ്ങൾ ദീനാറും ദിർഹമോ അല്ല ബാക്കി വെച്ചത്, അവര് നമുക്ക് തന്നു പോയത് ഇൽമാണ്. ഇൽമ കിട്ടും തോറും അമലിന് പൂർണ്ണതയുണ്ടാവും, ഈമാനി ഖുവ്വത്തുണ്ടാവും, കാര്യത്തിന് ബോധം ഉണ്ടാവും. അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അടുത്ത ആഴ്ചയിൽ നമ്മൾ ഫിഖ് ഇൻഷാ അല്ലാഹ് റീസ്റ്റാർട്ട് ചെയ്യും. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ക്ലാസ് ഓർമ്മയുണ്ടോ? അർക്കാനുസ് സ്വലാത്തി ശുറൂതുഹാ വവാജിബാതുഹാ തുടർന്ന് ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ലാഹ്. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.